പൂനെ പോർഷെ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിക്ക് ജാമ്യം ലഭിച്ചെങ്കിലും തിരികെ കസ്റ്റഡിയിലെടുത്ത് ഒബ്സർവേഷൻ ഹോമിൽ പാർപ്പിച്ചത് തടവിലാക്കുന്നതിന് തുല്യമാണോ എന്ന് ബോംബെ ഹൈക്കോടതി. അപകടം ദൗർഭാഗ്യകരമാണെന്നും നിഷേധിക്കാനാവില്ലെന്നും ജസ്റ്റിസുമാരായ ഭാരതി ദാംഗ്രെ, മഞ്ജുഷ ദേശ്പാണ്ഡെ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. പൂനെ പോർഷെ കാർ അപകടത്തിൽ സംഭവിച്ചതെന്താണ്? പരിശോധിക്കാം. കഴിഞ്ഞ മാസം ഒരു ഞായറാഴ്ച പുലർച്ചെ 2:15 നാടിനെ നടുക്കിയ അപകടമുണ്ടാകുന്നത്. ഒരു 17 വയസ്സുകാരൻ 200 കിലോമീറ്ററോളം വേഗതയിൽ ഓടിച്ച പോർഷെ കാർ ഇടിച്ച് ബൈക്ക് യാത്രികരായ 2 എഞ്ചിനീയർമാർ മരിക്കുകയായിരുന്നു. മധ്യപ്രദേശിലെ ബിർസിംഗ്പൂർ സ്വദേശി അനീഷ് ആവാഡിയ, ജബൽപൂർ സ്വദേശിനി അശ്വിനി കോഷ്ത എന്നിവർക്കായിരുന്നു ദാരുണാന്ത്യമുണ്ടായത്. സംഭവത്തിൽ പോലീസ് പിടികൂടിയതാകട്ടെ 17 വയസ്സ് മാത്രം പ്രായമുള്ള പ്രായപൂർത്തിയാകാത്ത ഒരാൺകുട്ടിയെ. വളരെ വൈകാതെ തന്നെ കാർ ഓടിച്ച ആ 17-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ പേരിനൊരു അറസ്റ്റ് മാത്രമായിരുന്നു അത്. അറസ്റ്റ് രേഖപ്പെടുത്തി 15 മണിക്കൂറിനുള്ളിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു. റോഡ് അപകടങ്ങളെ സംബന്ധിച്ച 300 വാക്കിൽ കവിയാത്ത രീതിയിൽ ഉപന്യാസം എഴുതുക, 15 ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക, മദ്യപിക്കുന്ന ശീലം ഉൾപ്പെടെ മാറ്റാനായി കൗൺസിലിംഗിന് വിധേയനാവുക തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വെച്ചായിരുന്നു റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ വിശാൽ അഗർവാളിന്റെ മകന് കോടതി ജാമ്യം നൽകിയത്. എന്നാൽ ദുർബല വ്യവസ്ഥകളോടുള്ള ജാമ്യം വ്യാപക പ്രതിഷേധത്തിന് കാരണമായതിനു പിന്നാലെയാണ് പൂനെ പോലീസ് കടുത്ത നടപടികളുമായി രംഗത്തെത്തിയത്. അപകടത്തിന് പിന്നാലെ പ്രതിയായ 17-കാരന്റെ രക്തസാമ്പിൾ മാറ്റി നൽകിയ കേസിൽ പിതാവിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. 17-കാരന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചെങ്കിലും പ്രതിയുടെ രക്തസാമ്പിളിനു പകരം അമ്മയുടെ രക്തസാമ്പിൾ ഉപയോഗിച്ചാണ് ഡോക്ടർമാർ പരിശോധന നടത്തിയത്. പ്രതിയുടെ രക്തസാമ്പിളിൽ കൃത്രിമം കാണിച്ചതിന് സസൂൺ ആശുപത്രിയിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അജയ് തവാരെ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി ഹർനോർ, അതുൽ ഖഡ്ഖംബ്ലെ എന്ന ജീവനക്കാരൻ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിലായിരുന്ന അച്ഛൻ വിശാൽ അഗർവാളിനെ ഔറംഗാബാദിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പൂനെയിലെ പ്രമുഖ കെട്ടിട നിർമ്മാതാവായ വിശാലിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കുട്ടികളുടെ കാര്യങ്ങളുള്ള മനഃപൂർവ്വമായ അശ്രദ്ധ, പ്രായപൂർത്തിയാകാത്തവർക്ക് ലഹരി പദാർത്ഥങ്ങൾ നൽകൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്തയാൾക്ക് മദ്യം വിളമ്പിയതിന് കോസി എന്ന റെസ്റ്റോറന്റ് ഉടമ പ്രഹ്ലാദ് ഭൂട്ട, മാനേജർ സച്ചിൻ കട്കർ, ബ്ലാക്ക് എന്ന ഹോട്ടലിലെ മാനേജർ സന്ദീപ് സാങ്കിൾ എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയിരിക്കെ 17-കാരൻ മദ്യപിച്ചിരുന്നില്ല എന്ന പരിശോധനാ ഫലം പുറത്തുവന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ പ്രതി പബ്ബിലിരുന്ന് മദ്യപിക്കുന്ന CCTV ദൃശ്യങ്ങളും കണ്ടെത്തി. കേസിൽ പൂനെ പോലീസ് ഒത്തുകളിക്കുകയാണെന്നും കെട്ടിട നിർമ്മാതാവിന്റെ സ്വാധീനം ഉപയോഗിച്ച വിഷയം ഒതുക്കിത്തീർക്കാൻ ശ്രമം നടക്കുന്നതായും ശക്തമായ ആരോപണങ്ങളും ഉയർന്നു. അതേസമയം ഈ കേസുകളൊക്കെ നിലനിൽക്കെ കൂടുതൽ തെളിവുകൾ ഈ 17-കാരനെതിരെ വീണ്ടും ലഭിച്ചു. അപകടത്തിന് മുൻപ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നത്. 2 പബ്ബുകളിലായി 90 മിനിറ്റ് കൊണ്ട് 48,000 രൂപയാണ് ഈ 17-കാരൻ ചിലവഴിച്ചത്. ശനിയാഴ്ച രാത്രി 10:40 കോസി എന്ന ആദ്യ പബ്ബിലും പിന്നീട് 12:10 ബ്ലാക്ക് മാരിയറ്റ് എന്ന മറ്റൊരു പബ്ബിലുമാണ് 17-കാരനും സംഘവും പോയത്. കോസി പബ്ബിലെ ജീവനക്കാർ ഇവർക്ക് മദ്യം നൽകുന്നത് നിർത്തിയതോടെയാണ് അടുത്ത പബ്ബ് തേടി ഇവർ പോയത്. എന്നാലിപ്പോൾ ഈ കേസിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചെങ്കിലും തിരികെ കസ്റ്റഡിയിലെടുത്ത് ഒബ്സർവേഷൻ ഹോമിൽ പാർപ്പിച്ചത് തടവിലാക്കുന്നതിന് തുല്യമാണോ എന്ന് ബോംബെ ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. അപകടം ദൗർഭാഗ്യകരമാണെന്നും നിഷേധിക്കാനാവില്ലെന്നും ജസ്റ്റിസുമാരായ ഭാരതി ദാംഗ്രെ, മഞ്ജുഷ ദേശ്പാണ്ഡെ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അത് ആഘാതമുണ്ടാക്കി. പക്ഷേ കുട്ടിയും അതേ ആഘാതത്തിൽ തന്നെയായിരുന്നെന്നും കോടതി ആരാഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.